ഒന്ന് വെളുത്ത് തിളങ്ങാൻ ആഗ്രഹമില്ലാത്തവര് ആരാലും ഉണ്ടാവുക. ഇനിയിപ്പോൾ എത്രയൊക്കെ വെളുത്തോൽക്കും ഒന്നും കൂടെ വെളുക്കണം തന്നെയാണ് ആഗ്രഹം ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ കുറച്ച് നിറം കുറഞ്ഞോലോ കാര്യം പറയാനും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഇനി ആരും നിറം കുറവാണെന്നുള്ള ടെൻഷനും വേണ്ട. ഇനിയിപ്പോൾ നിറമുള്ളവർക്ക് ഒന്നും കൂടി തിളങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ ദിവ്യ നായരുണ്ടല്ലോ, ആ ദിവ്യ നായർ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ക്രീം നൈറ്റ് ക്രീമാണ്. ഈ ക്രീം നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ തന്നെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് പിന്നീട് ഈ ഒരു ക്രീം ഉണ്ടാക്കേണ്ട ആവശ്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും നല്ല എളുപ്പത്തിലുള്ള ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തുക്കുന്നത് 1 ടേബിൾ സ്പൂണ്, ഒരു 1.5 ടേബിൾ സ്പൂണോളം എടുക്കുക, വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് കോഫി പൗഡറും എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രൂവിൻ്റെ പൗഡറാണ്. അപ്പോൾ അതെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇളം ചൂടുള്ള കുറച്ച് വെള്ളം, ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല, എന്നാലും ഒരു ഏകദേശം ഒരു 1/4 ഗ്ലാസ് ഒക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ഒരു കോഫി പൗഡറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഡോക്ടർ പറയുന്നത് എന്താ, അതൊന്ന് അരിച്ചെടുക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ആ ഡോക്ടർ പറഞ്ഞ് ചെയ്തതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഡോക്ടർ പറയുന്നത് ഇത് കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുക്കണം എന്നാണ്. പക്ഷേ നമ്മൾ ജ്യൂസ് അരിപ്പൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു കുരുകളൊക്കെ അതിലേക്ക് തന്നെ കൊഴിയുക. പക്ഷേ ഇതുപോലെ കണ്ണി അരിപ്പ, അടുപ്പുള്ള കണ്ണിയുള്ള അരിപ്പ ഉണ്ടാവില്ല, നമ്മൾ ചായയൊക്കെ അരിക്കണേ, ആ അരിപ്പ വെച്ചാൽ പിന്നെ കോട്ടൺ തുണിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ ഒരു അരിപ്പ വെച്ചിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ചെറിയൊരു ബൗൾ എടുക്കുക. അപ്പം ഏതായാലും ആ കോഫി പൗഡർ എടുത്ത ആ ബൗളിലേക്ക് തന്നെ ഞാൻ കുറച്ച് ചോളത്തിൻ്റെ പൊടിയാണ് ഇട്ടെടുക്കുന്നത്. ഇത് നമ്മൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങാൻ കിട്ടാത്ത യാതൊരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ പോകണമെന്നൊന്നുമില്ല, നമ്മൾ അടുത്തുള്ള കടകളിലൊക്കെ ഉണ്ടാവും. അതായത് നമ്മുടെ ഈ കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഒരു ചോളത്തിൻ്റെ പൊടി. അതൊരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു 1.5 ടേബിൾ സ്പൂണ് പൗഡർ എടുത്തിട്ട് അത് എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു വേറെ വെള്ളം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു കോഫി കലക്കി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതന്നെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നത് തിളപ്പിക്കാനൊന്നും പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നതിനേ പാടുള്ളൂ കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ആ ഒരു ഫലം നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴേക്കും ഇത് നല്ലോണം ഒന്നിങ്ങനെ ക്രീം രൂപത്തിലായിട്ട് വരും. ഒരുപാട് ഫേഷ്യലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും, പിന്നെ കുറേ ക്യാഷൊക്കെ ചിലവാക്കിയിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും, എന്നാലും അതിനൊന്നും കഴിയാത്ത ആളുകളുണ്ടാവും. പക്ഷേ നമുക്ക് പൈസ ഒക്കെ ചിലവാക്കി ചെയ്യുന്ന ക്രീമുകളൊക്കെ ഉണ്ടാവും, പലതിപ്പോൾ വിപണിയിലുണ്ടല്ലോ ക്രീമുകളൊക്കെ. എല്ലാം ഒന്നും നമുക്ക് വിശ്വസിച്ച് തേക്കാൻ പറ്റൂല. അപ്പോൾ ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിൽ നമുക്ക് യാതൊരു പേടിക്കാണ്ടാവില്ല, ഓൽക്കെല്ലാം അറിഞ്ഞിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ അവിടെ കാണിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യുക, യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. മുഖം നല്ലോണം വെട്ടിത്തിളങ്ങനെ ചെയ്യും. നമുക്ക് രാത്രിയിലാണിത് ചെയ്യേണ്ടത്. രാത്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മുഖത്ത് ആരെയും കാണുന്നുള്ള ടെൻഷനൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ തേക്കുമ്പോൾ പുറത്തുള്ളവർ അറിയാൻ പാടില്ല എന്ന് രഹസ്യമായിട്ട് തേക്കുന്ന ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളക്കണതിന് മുമ്പ് തന്നെ ഇത് നല്ലോണം കണ്ടല്ലോ, നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് തിളക്കാൻ പാടില്ല എന്ന്, അപ്പോൾ ഞാൻ തിളപ്പിച്ചിട്ടില്ല. തിളക്കാതെ ഇതുപോലെ ആകുമ്പോഴേക്കും ഇത് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ചൂടാറിട്ടോ, ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കളറ് ആദ്യത്തെ പോലെ ആ ഒരു ഡാർക്കായിട്ടില്ലെങ്കിലും എന്നാലും അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ചെടുക്കുക, ഒരു ലേശം മതിയല്ലോ ഒന്ന് മുഖത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരളവ് ചെയ്താൽ തന്നെ ഒരു മാസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ഞാൻ അത് കയ്യിലൊന്ന് തേച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ബോട്ടിലൊക്കെ ആക്കിയേക്കാം. അപ്പോൾ തേച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൈക്ക് മാറ്റം വരുന്നത് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചൂടൊന്ന് ആറിക്കോട്ടെ. ഒരു നേരെ ചൂടുണ്ട്, അതിനൊന്നും ഇപ്പോൾ കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യുക, നമ്മളിത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കയ്യിൽ നല്ലോണം അപ്ലൈ ചെയ്യുക. നല്ലോണം കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വെളുക്കാൻ വേണ്ടിയിട്ട് പല സംഭവങ്ങളും ഉണ്ടല്ലേ. നമുക്ക് പെട്ടെന്ന് നിറം വെക്കണമൊക്കെ ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. ഇപ്പം എവിടെ നോക്കിയാലും ഫേസ് ക്രീമുകളൊക്കെയാണ്. പക്ഷേ ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് കണ്ട് വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഏതൊരു പാവപ്പെട്ട ഉപ്പ ആണെങ്കിലും മക്കൾ വലുതായി വരുന്ന മക്കൾക്ക് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രീമുകളൊക്കെ പൈസക്ക് ചിലവാക്കി വാങ്ങി കൊടുക്കും, മക്കളൊന്ന് സൗന്ദര്യം കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതേപോലെ തന്നെ മക്കൾക്കായാലും ഇപ്പോൾ എത്ര നിറമുള്ള മക്കൾക്കാണെങ്കിലും ഒന്നും കൂടി ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് എത്രയോ നല്ല കളറുള്ള ആളുകളൊക്കെ വീണ്ടും കളർ വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വാങ്ങി തേക്കുന്ന ആളുകളൊക്കെ. പക്ഷെ നമ്മൾ ഇതുപോലുള്ളതൊന്നും നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി തേച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുക, അതല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വരുത്തുമ്പം ചില ക്രീമുകളൊക്കെ നമ്മൾ പറ്റിക്കൂട്ടോ. എന്താ വെച്ചാൽ ഇപ്പം നാളെ നമ്മൾ പത്രത്തിലും വീഡിയോയിലും ചാനലൊക്കെ കണ്ടതാണല്ലോ, എന്താണ് കിഡ്നിക്ക് പ്രശ്നം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രീമുകളൊക്കെ. അതൊക്കെ നമ്മൾ കുറച്ച് ദിവസം തേക്കുമ്പോഴേക്കും നല്ല ഏത് ഇരുണ്ടവരും നല്ലോണം കളറ് വെച്ച് തിളങ്ങണാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ആർക്കല്ലേ കുറച്ചൊരു കളർ വെക്കാൻ ആഗ്രഹമില്ലാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് വരും, അള്ളാഹു തന്ന കളറല്ലേ അതുപോലെ എന്നൊക്കെ. അതൊക്കെ ശരി തന്നെയാണ്, എന്നാലും കുറച്ചൊക്കെ നിറം വെക്കാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആഗ്രഹം ഇല്ലാത്തവർ ഇത് ചെയ്യേണ്ട, കാണേണ്ട ഒന്നും വേണ്ട. ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് സജസ്റ്റ് ചെയ്യണത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക, വലിയൊരു ചിലവോ കാര്യമില്ല. പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ യാതൊരുവിധ പണിയില്ല, ഒന്നിങ്ങനെ ഇതാക്കേണ്ട പണിയേ ഉള്ളൂ. എന്നാൽ നമുക്ക് കുറേ ദിവസത്തിന് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ഹെയർ ടൈറ്റുള്ള ഒരു കുപ്പിയിലോ എന്തിലേലോ ഒക്കെ ആക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം മതിയാവും വൈകുന്നേരം രാത്രിയിൽ ഇത് തേച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ബെഡ്ഷീറ്റിലാവൂലേ തലേണയിലാവൂലേ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഒരു കുറച്ച് നമ്മൾ കിടന്നുറങ്ങണേൻ്റെ 2 മണിക്കൂറൊന്ന് തേച്ച് കഴിഞ്ഞാൽ തന്നെ, എന്നിട്ട് നമ്മൾ കിടന്നാൽ മതി, കഴുകൊന്നും വേണ്ട. അപ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ അത് കഴുകി കളയിൽ രാവിലെ ആക്കട്ടോ. ഇപ്പം ഞാനിത് തേച്ച് എൻ്റെ കൈ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ കൈയിന് നല്ലൊരു തണുപ്പും ഒരു തണുപ്പും എല്ലാം കൂടെ നല്ലൊരു സുഖട്ട കയ്യിന്. അപ്പോൾ നമ്മളെ മുഖത്തിനും അതുണ്ടാവും. അപ്പം പിന്നെ അതുപോലെ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും നിങ്ങളെ ഇതുപോലെ ഇത്തിരി കളറൊക്കെ വെക്കാൻ ആഗ്രഹിക്കണമല്ലോ, ഓർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കൈ കഴുകിട്ടോ, കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ, എന്നാൽ തന്നെ നല്ല മാറ്റം കണ്ടല്ലോ, കാണില്ലേ? എനിക്ക് നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത്തിരി സമയം വെച്ചിട്ടേ ഉള്ളൂ, എന്നിട്ട് ഇത്രയും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊരു മാസം ഇതിങ്ങനെ സ്ഥിരമായിട്ട് തേക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാവും അല്ലേ? നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. എല്ലാവരും ചെയ്തു നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.